ഹായ് ഹലോ വെൽക്കം ബാക്ക് ഹോം ബുക്ക് ബൈ ശ്രീ ശിവ. ഇതെൻ്റെ അമ്മയുടെ കല്യാണ സാരിയാണേ. അപ്പോൾ അതിലൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്താലോ നമുക്ക്. അപ്പോൾ ഞാൻ അതിലൊരു മാച്ചിങ് ആയിട്ടൊരു ബ്ലൗസ് എടുത്തിട്ടുണ്ട്. അമ്മയുടെ ഒരു കല്യാണ സാരി മാത്രമേ ഉള്ളൂ കേട്ടോ, അതിൻ്റെ ബ്ലൗസൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ നമുക്കതൊന്ന് പെയർ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ബ്ലൗസ് വിത്ത് അമ്മയുടെ കല്യാണ സാരി. ഏകദേശം മാച്ചാണെന്ന് പറയാം. ഞാൻ കാണുന്ന തൊട്ടേ അമ്മയ്ക്ക് ഈ സാരിയുള്ളൂ, ബ്ലൗസ് ഇല്ലയെന്ന് തോന്നുന്നു. അതാരോ അച്ഛൻ്റെ ചെറിയ പെങ്ങളെങ്ങാണ്ട് ആരോ എടുത്തതിന് ശേഷം ബ്ലൗസിന് എന്തായിപ്പോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ഒരുങ്ങി വന്നിട്ടുണ്ട്. ഇതാണ് അമ്മയുടെ അച്ഛൻ്റെയും കല്യാണം കഴിഞ്ഞിട്ട് എടുത്തൊരു ഫോട്ടോ ആണ് കേട്ടോ. കല്യാണ സമയത്ത് ആൽബോ കാര്യങ്ങളൊന്നും അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഏകദേശം ആ ഒരു ലുക്കിൽ തന്നെ ഒരുങ്ങാമെന്ന് വിചാരിക്കണം. അതായത് അമ്മയുടെ ആ സമയത്ത് അമ്മ അന്ന് എങ്ങനെ ഒരുങ്ങിയത് വെച്ചാൽ അതേപോലെ ചെറിയൊരു മേക്കപ്പ് മാത്രം, കൂടുതലൊന്നുമില്ല. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം പുരികം ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് നമ്മുടെ മസ്കാര ഉണ്ടല്ലോ, മസ്കാരയുടെ ഒരു കഴിഞ്ഞാണ്. അപ്പോൾ അത് വെച്ചപ്പോൾ പുരുകം ചെയ്യുമ്പോൾ നമുക്ക് നല്ല നൈസായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. വേറെ ഐബ്രോ പെൻസിലിൻ്റെ ആവശ്യം വരുന്നില്ല, ഇത് മതി. ഇത് വെച്ചാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് പുരുകം സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ അതേ ഒരു കൺമഷി വെച്ച് നമ്മൾ കണ്ണ് എഴുതാൻ പോവുകയാണ്. അപ്പോൾ ഞാനൊന്ന് ഉള്ളിൽ എഴുതി കൊടുക്കുന്നുണ്ട്. അതായത് കണ്ണിൻ്റെ മോൾ ഭാഗത്തും താഴെയും മാത്രം കണ്ണ് നന്നായിട്ടൊന്ന് എഴുതി കൊടുക്കുകയാണ്. അമ്മ അന്ന കാലത്ത് ഐലൈനറോ കാര്യങ്ങളോ അന്നൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. എന്തായാലും അത് യൂസ് ചെയ്തിട്ടുമില്ല. സോ അതായത് അന്നത്തെ കാലത്ത് എന്തൊക്കെ മേക്കപ്പ് സാധനങ്ങളാണ്, അത് മാത്രമേ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. പിന്നെ എക്സ്ട്രാ ഒരു സാധനം ഉണ്ടായി, ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. പിന്നെ അതെ പോൺസ് പൗഡർ, നമ്മൾ കണ്ണെഴുതി പുരുകം സെറ്റ് ചെയ്തു. നെക്സ്റ്റ് കുറച്ച് പൗഡറും കൂടെ, വളരെ കുറച്ച് പൗഡർ മാത്രമേ ഇടണുള്ളൂ കേട്ടോ. എനിക്കാണെങ്കിൽ കണ്ണെഴുതി കഴിഞ്ഞാൽ കണ്ണിന് ചുറ്റും പൗഡർ ഇടണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അവിടെ നന്നായിട്ട് പൗഡർ ഇട്ട് കൊടുക്കും. പക്ഷേ ഞാൻ ബാക്കി മൊത്തം ഒരുമിച്ച് മായ്ച്ച് കളയും കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ ഞാനിതാ ഇട്ട പൗഡർ മൊത്തം തുടച്ച് സെറ്റാക്കാൻ പോകാൻ കേട്ടോ. ഒരു തുള്ളി പോലും പൗഡർ ഇട്ടൊന്നും തോന്നാത്ത വിധം നമ്മളത് മുഴുവൻ തുടച്ച് കളയും. ഓക്കെ, അപ്പോൾ അത് ഏകദേശം അതൊക്കെ സെറ്റായി. പിന്നെ നമുക്കിനി വേണ്ടത് ഒരു പൊട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പൊട്ട് എവിടെയുണ്ട് എന്ന് അന്വേഷിക്കാം. അപ്പോൾ ഇതൊക്കെ ഓക്കെയാണ്, സെറ്റ്. പിന്നെ അമ്മ അന്ന് യൂസ് ചെയ്ത പോലത്തെ ഒരു പൊട്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നു. പൊട്ട് കുത്തി കൊടുത്തു കേട്ടോ, സെറ്റാണ്. ഇത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ നെക്സ്റ്റ് ഹെയർ സ്റ്റൈൽ ഒന്ന് നോക്കണമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ അതിന് വീണ്ടും ഫോട്ടോ എടുത്തതാണ്. പക്ഷേ അതിൽ ഹെയർ സ്റ്റൈൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാവുന്നില്ല. മേക്കപ്പൊക്കെ ഏകദേശം ഒരേപോലെ, ചെറിയ സിമ്പിൾ മേക്കപ്പ്. ഹെയർ സ്റ്റൈൽ ഞാൻ എത്ര നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവില്ല അമ്മ എങ്ങനെയായാലും മുടി കിട്ടിയെന്ന്. കാരണം നമുക്കതിൽ സൈഡോ നെറുകയോ വഴവോ ഒന്നും അതിൽ കാണാനില്ല കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് അമ്മ മുടി കിട്ടിയെന്ന് ഞാൻ കുറേ നേരം ആലോചിച്ച് നിന്നു. പക്ഷെ അവസാനം ഞാൻ ഫ്രീ ഹെയർ ഇട്ടു. ഇതാണ് ബെറ്റർ എന്ന് തോന്നിയിട്ട് ഫ്രീ ഹെയർ ഇട്ടു. പിന്നെ മാല എടുത്തിട്ടു ജസ്റ്റ്. അമ്മയ്ക്ക് പിന്നെ അത് അങ്ങനത്തെ ജിമിക്കി കമ്മലായിരുന്നു കേട്ടോ അമ്മയുടെ. ഞാനതിന് മാച്ചിങ് ആയിട്ടൊരു ചെറിയ ജിമിക്കി, ഒരു റെഡ് കളറിലൊരു ചെറിയ ജിമിക്കി ഉണ്ട്, അത് ഞാൻ അതിന് പെയർ ചെയ്തു. അത്രയേ ഉള്ളൂ. വേറെ കൂടുതൽ ഓർണമെൻറ്റ്സ് അല്ലെങ്കിൽ വലിയ വലിയ കമ്മൽ ഒന്നുമില്ല. അമ്മ അന്നത്തെ കാലത്ത് ഇട്ടിരുന്ന പോലെ തന്നെ ഇടാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ഞാൻ വള യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അമ്മ അന്നത്തെ അതിൽ വളയൊന്നും കാണാനില്ല. പക്ഷേ കുപ്പിവെള്ളം എന്തായാലും ഉണ്ടാവില്ല ആ സമയത്ത്. ഇല്ലാത്തതല്ല, അമ്മ ഉപയോഗിക്കാറില്ല. ഞാൻ കണ്ടിട്ടില്ല അമ്മ കുപ്പിവെള്ളം ഉപയോഗിച്ചിട്ട്. ഞാൻ അതിന് മാച്ചായി കുറച്ച് വളകൾ കൂടെ എടുത്തിട്ട് കേട്ടോ. എനിക്ക് കുപ്പിവെള്ളമെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസാണ്. എൻ്റെ അടുത്ത് കുറച്ച് കളക്ഷൻസ് ഉണ്ട്. കളർ ഞാൻ വെറൈറ്റി കളേഴ്സൊക്കെ കണ്ടാൽ ഞാൻ വാങ്ങിക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ കുറേ ആയി വാങ്ങിച്ചിട്ട്. ഇനി അടുത്ത പൂരമൊക്കെ വരുമ്പോൾ വാങ്ങിക്കണം. അപ്പോൾ അതിന് ഏകദേശം മാച്ചിങ്സ് ആയിട്ട് ഞാൻ ഒരു വളയും കൂടെ എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം സെറ്റായി. പിന്നെ അമ്മ ഉപയോഗിക്കാത്തൊരു സാധനം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് വേറെ ഒന്നുമല്ല. ഇപ്പോൾ തന്നെ നമ്മൾക്ക് തണുപ്പാണ്, ചുണ്ടൊക്കെ ഭയങ്കര ഡ്രൈ ആണ്. ജസ്റ്റ് ഒരു ലിപ് ബാം മാത്രം, ലിപ്സ്റ്റിക്ക് ഇല്ല, ലിപ് ബാം മാത്രം ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അത്രയും ഡ്രൈ ആയതുകൊണ്ട് മാത്രം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക്. അമ്മയുടെ കല്യാണ സാരിയിലെ ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്മ ഒരുങ്ങിയതുപോലെ സിമ്പിളായിട്ട് മാത്രം ഒരുങ്ങിയിട്ട് നമ്മൾ റെഡി ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഫോട്ടോ വെച്ച് ആ ഫോട്ടോയുടെ ഉള്ള പോലെ തന്നെ ഏകദേശം ഞാൻ ഒരുങ്ങാൻ ശ്രമിച്ചിട്ടുണ്ട്. എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റിലൂടെ പറയണം. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യണം,
ഷെയർ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലുക്കാണ്. ബൈ ഡിയേഴ്സ്.